ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവാസുക്ക മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 8 ദിവസം തികഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നവാസുക്ക മരണപ്പെട്ടത്. ഇന്ന് ഈ വെള്ളിയാഴ്ച ഓരോ ബന്ധുമിത്രാദികളും പള്ളിയിലെത്തുന്ന ഓരോരുത്തരും നവാസുക്കയുടെ ഖബർ സന്ദർശിക്കും. പ്രാർത്ഥനകൾ, ദുആകൾ എല്ലാം ചെയ്യും. അതിൽ നമുക്കും പങ്കുചേരാം. ആരുടെ പ്രാർത്ഥനയെ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന് സ്വർഗം എന്ന പൂങ്കാവനം നൽകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ കുടുംബത്തിന് വളരെയധികം മൂല്യം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. രഹിന, മക്കൾ, ഇത് കഴിഞ്ഞേ ഉള്ളായിരുന്നു അദ്ദേഹത്തിനെല്ലാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി, കരിയർ ഒരുപോലെ കൊണ്ടുപോയിരുന്നു. കാരണം അതിലൊന്നും ഒരു വിട്ടുവീഴ്ച അദ്ദേഹം വരുത്തില്ല. നല്ലൊരു അഭിനേതാവായിരുന്നു. കാരണം മിമിക്രി പരമായിട്ടാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും അഭിനയിക്കാനാണെങ്കിലും ഒരുപോലെ കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓരോന്നും നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഓരോ ഷോർട്സുകൾ കാണുമ്പോൾ അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാം ഓരോ കാര്യങ്ങൾ പറയുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടാണെങ്കിലും എല്ലാം ഇത് വളരെ നല്ല മനുഷ്യനെ പറ്റൂ. സാധാരണപ്പെട്ട മനുഷ്യർ മരണത്തെ മുന്നിൽ കാണാറില്ല. നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ സംസാരത്തിൽ പോലും കൊണ്ടുവരാറില്ല. നമുക്ക് ജീവിക്കണം, ഒരുപാട് നാൾ നമുക്ക് ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും മരണം ഇദ്ദേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഓരോ സംസാരങ്ങളും, അദ്ദേഹം അവസാനം പങ്കുവെച്ച ഒരു വീഡിയോ ആണിത്. ടൂറ് പോയപ്പോഴുള്ള വളരെയധികം വേദന ഉളവാക്കുന്ന സീനുകളാണിതൊക്കെ. പക്ഷേ ഇദ്ദേഹം വളരെ വലിയൊരു നിലയിലെത്തേണ്ട മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തെ മനുഷ്യനെ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വില എന്ത്, ഇദ്ദേഹത്തിന് ആരാധകർക്കുള്ള സ്നേഹം എന്ത്, ഇദ്ദേഹം എത്രമാത്രം ഒരു കഴിവുള്ള മനുഷ്യനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് മരണപ്പെട്ടതിന് ശേഷം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം നല്ലൊരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അഭിനയമായാലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ചിരിപ്പിച്ച മനുഷ്യനാണ് നമ്മളെ. പക്ഷേ നല്ല ഒരു കുടുംബസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അയൽക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും പള്ളിയിലുള്ള ആൾക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. ഒരു മോശ സ്വഭാവം പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. ചിലപ്പോൾ അള്ളാഹുവിന് പോലും ഇവരുടെ ജീവിതം കണ്ട് അസൂയ തോന്നിക്കാണും. അതായിരിക്കാം ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത്. നമ്മൾ ഷോർട്സിലൊക്കെ കണ്ടു ഒരുപാട് വേദന ഉളവാക്കുന്ന വാക്കുകൾ നമ്മൾ കണ്ടു. എനിക്ക് നവാസുക്ക ഉറങ്ങുന്നത് ഇഷ്ടമല്ലെന്നും ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചിരിക്കണം, മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് നേരം ഉറങ്ങാൻ പറ്റുമല്ലോ എന്നൊക്കെ. ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അല്ലേ. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇദ്ദേഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആ മക്കൾ വാപ്പിച്ച് വരുന്നതും നോക്കി കാത്തിരുന്ന് കാണും. എന്തെല്ലാം പ്രതീക്ഷകളായിരിക്കാം ആ മക്കളുടെ മനസ്സിലുള്ളത്. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തച്ചുടഞ്ഞു. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. ഇപ്പോൾ ഒരുപാട് അഹങ്കാരങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് ഇതെല്ലാം ഒരു തിരിച്ചറിവായിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ മനുഷ്യ മനസ്സ്. എവിടെ തീരുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ അറിയാത്ത ഒരു ജീവിതമാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.